ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. വണ്ടൂർ ജാമിഅ വഹബിയ അറബിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ വജ്ര ജുബിലിയുടെ ഭാഗമായിട്ട് 60 പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് ആശയ സമ്പുഷ്ടമാണ്, പ്രാമാണികമാണ്. ഏത് കാലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ദൈവിക സംഹിതയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരുപാട് ആചാരങ്ങൾക്ക്, ഒരുപാട് അനുഷ്ഠാനങ്ങൾക്ക്, ഒരുപാട് മഹത്തായ കാര്യങ്ങൾക്ക് വളരെയധികം പ്രചോദനവും വളരെയധികം നല്ല നല്ല പാഠങ്ങളും പകർന്നു നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ഭക്ഷണ കാര്യങ്ങളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ വളരെയധികം മഹത്വമുള്ളതാണ്. ഇസ്ലാമിലെ അന്നവിചാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ടോപ്പിക് അതാണ്, ഇസ്ലാമിലെ അന്നവിചാരം. ആ അന്നവിചാരവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ, നാം പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു അധ്യായമായി അതിൽ നിലനിൽക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ്. കൈ കഴുകണം, വായ കഴുകണം, നിലത്ത് ചാടുന്ന ഭക്ഷണം വൃത്തിയാക്കി കഴിക്കണം തുടങ്ങി എത്രയോ സുന്ദരമായ, എത്രയോ ലളിതമായ പാഠങ്ങളാണുള്ളത്. ഭക്ഷണം എന്നാൽ അതൊരു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. ഇബാദത്തിന് ഉന്മേഷമുണ്ടാകുന്നതായ നിലയ്ക്ക് ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ചീഞ്ഞളിഞ്ഞത്, ദുഷ്കരമായത്, ശരീരത്തിന് പാടില്ലാത്തത്, ആരോഗ്യത്തിന് എതിരായിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതികളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഈ മനുഷ്യന്റെ ശരീരം മാംസം ദഹിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും അവന്റെ ശരീരത്തിൽ അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്. ആ മാംസം കഴിക്കുമ്പോൾ തന്നെ കൃത്യമായ അറവ് അവൻ നടത്തിയിരിക്കണം, നല്ല നിലയ്ക്ക് അതിന് വേവിച്ചിരിക്കണം. രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ കരുതുന്ന ചില ജീവികളുടെ ഭക്ഷണങ്ങളുണ്ട്. ആ ഭക്ഷണങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കഴിക്കാൻ പാടില്ല, നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല, അതിന് പ്രചോദനം കൊടുക്കാൻ പാടില്ല. അത്തരത്തിലുള്ള എല്ലാ ഭക്ഷണ രീതികളെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ തന്നെ കുലൂ മിൻ ത്വയ്യിബാത്ത് എന്നാണല്ലോ നമ്മെ എല്ലാം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭക്ഷണം അമിതമായി കഴിക്കുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നും മാറ്റിയെടുക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഫസുലുസുൻ ലിത്വആമിഹി വസുലുസുൻ ലിശ്ശറാബിഹി വസുലുസുൻ ലിനഫ്സിഹി. അഥവാ ശരീരത്തിന്റെ 1/3 ഭാഗം അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, 1/3 ഭാഗമോ അത് വെള്ളത്തിന് വേണ്ടിയുള്ളത്, 1/3 ഭാഗമോ അവന്റെ ശ്വാസപ്രവർത്തനങ്ങൾ, ശ്വാസോച്ഛ്വാസം അത് കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആധുനിക സയൻസ് ഈ ഒരു അനുപാതത്തെ, അവന്റെ ദഹന പ്രക്രിയ സുഗമമാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് പഠനത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തന്നത്, നമ്മെ പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഭക്ഷണം നമ്മൾ പാഴാക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെന്നാൽ, ഒരു ഭക്ഷണശാലയിലേക്ക് കയറി ചെന്നാൽ, ഒരു വിരുന്നുകാർ വന്നാൽ എത്രമാത്രം ഭക്ഷണമാണ് നമ്മൾ അവിടെ വേവിച്ച്, നമ്മൾ പാകം ചെയ്ത് വെറുതെ നമ്മൾ പാഴാക്കി കളയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ മർമ്മപ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇറുക്ക് വെള്ളത്തിന് വേണ്ടി, ഒരു അല്പം ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടുന്ന, യാചിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം ഭക്ഷണം നമ്മൾ ഇവിടെ പാഴാക്കി കളയുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അമിതമായിട്ടുള്ള എല്ലാ ഉപയോഗങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കർശനമായിട്ട് തന്നെ നിരോധിച്ചിട്ടുണ്ട്. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നല്ല,
വെള്ളത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ തുടങ്ങി ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പോലും അമിതമായിട്ടുള്ള ഉപയോഗം പാടില്ല എന്ന് നമ്മളോട് വളരെ കർക്കശമായ നിലയിൽ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയസമ്പുഷ്ടമായ അന്യൂനമായ ഒരു നിയമസംഹിത നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ, പാലിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വണ്ടൂർ ജാമിഅ വഹബിയയുടെ ഈ വജ്ര ജുബിലി ആഘോഷത്തിന്, ഈ വജ്ര ജുബിലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും അറിയിക്കുന്നു. ദുആ വസിയ്യത്തോടെ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.